സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിൽ രാജയോഗം ഉണ്ടെങ്കിൽ ആ രാജയോഗം വരുന്നതിന് മുമ്പായിട്ട് ജീവിതത്തിൽ കാണുന്ന 9 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ അത് രാജയോഗത്തിന് മുമ്പായി കാണുന്ന ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ ക്ഷേത്ര ദർശനം, നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്ര ദർശനം നടത്താറുള്ളവരാണ്. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ ഭഗവാന് ചാർത്തിയിരിക്കുന്ന മാല എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഭഗവാന് ചാർത്തുന്ന മാലയിൽ നിന്ന് ഒരു പൂവ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടർന്ന് വീഴുകയാണ് എങ്കിൽ അത് കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ രാജയോഗം അല്ലെങ്കിൽ സൗഭാഗ്യം അല്ലെങ്കിൽ മഹാസൗഭാഗ്യം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത്, നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന അവസരത്തിൽ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ? എല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. എല്ലാവർക്കും നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും ഒക്കെ ദർശനത്തിൽ കാണാറുണ്ട്. എന്നാൽ ഭഗവാനെ സ്വപ്നം കാണുന്നവരുണ്ടോ? നമ്മളിപ്പോൾ ഉണ്ണിക്കണ്ണനെയും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നവരുണ്ട് അല്ലേ? പലരുടെ സ്വപ്നത്തിൽ ഭഗവാൻ ഇങ്ങനെ ദർശനം നൽകാറുണ്ട് അല്ലേ? അങ്ങനെ ആർക്കെങ്കിലും ദർശനം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രാജയോഗം വരാൻ പോകുന്നു, അല്ലെങ്കിൽ സൗഭാഗ്യം വരാൻ പോകുന്നു, അല്ലെങ്കിൽ മഹാസൗഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്തത്, നമ്മൾ കടം കൊടുത്ത പണം, നമുക്ക് കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും എല്ലാം തന്നെ തെറ്റായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ കടം കൊടുത്തിട്ട് നമുക്ക് വളരെ കാലമായിട്ട് നമ്മൾ അത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന അവസരത്തിൽ കടം കൊടുത്ത പണം തിരികെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സമയത്ത് നമുക്ക് തിരികെ കൊണ്ടുവന്ന് തരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ പണം നമ്മളിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നു, അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടും, നമുക്ക് സൗഭാഗ്യം അല്ലെങ്കിൽ മഹാസൗഭാഗ്യം അല്ലെങ്കിൽ രാജയോഗം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തത്, സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ വിഷമങ്ങളും സങ്കടവും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ രാജ്യവും ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ഒരു മനസ്സിലൊരു സന്തോഷവും അല്ലെങ്കിൽ ഒരു എന്തെന്നില്ലാത്ത ഒരു മനസ്സിലൊരു ഒരു ഉന്മേഷം നമ്മൾക്ക് കാണാൻ അനുഭവപ്പെട്ടാൽ നമ്മൾക്ക് അത് നമ്മുടെ ഒരു സൗഭാഗ്യം വരാൻ പോകുന്ന അല്ലെങ്കിൽ രാജയോഗം വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അടുത്തത്, പശുക്കളൊക്കെ വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ പശു കയറി വരിക, അവിടെ നിന്ന് നമ്മുടെ പറമ്പിലെ പുല്ലുകളൊക്കെ കഴിക്കുക, ഇങ്ങനെയുള്ളൊക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുന്നു, അല്ലെങ്കിൽ രാജയോഗം വരാൻ പോകുന്നു, അല്ലെങ്കിൽ പണപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ പോകുന്നു, പണം നമ്മളിലേക്ക് ഒഴുകി എത്താൻ പോകുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി എത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായിട്ട്, നമ്മളൊക്കെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാറുണ്ട് അല്ലേ? രാവിലെയും സന്ധ്യയ്ക്കും ഒക്കെ വിളക്ക് കത്തിക്കാറുണ്ട്. ഈ വിളക്ക് കത്തിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപ്പനൊക്കെ നമ്മുടെ ആ വിളക്ക് കത്തിക്കുന്ന അവസരത്തിൽ നമ്മുടെ ആ പരിസരത്ത്, നമ്മൾ വിളക്ക് കത്തിക്കുന്ന നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ ഉപ്പൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് നമ്മളെ തേടി നമുക്ക് സൗഭാഗ്യങ്ങൾ വരാൻ പോകുക, അല്ലെങ്കിൽ നല്ല കാലം വരാൻ പോകുന്നു, അല്ലെങ്കിൽ രാജയോഗം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അടുത്തത്, കുട്ടികൾ വീട്ടിൽ വന്ന് കളിക്കുക. അപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് വരികയും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കളിക്കുകയും വീട്ടിൽ അങ്ങനെ ആകെ മൊത്തം ഒരു സന്തോഷത്തിൻ്റെ പ്രതീതി ഉളവാകുകയും ചെയ്താൽ മുമ്പോട്ടുള്ള അധികം വൈകാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സന്തോഷവും അലയടിച്ച് വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അങ്ങനെ കണ്ടുവെങ്കിൽ, അങ്ങനെ വന്നുവെങ്കിൽ അത് നമുക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്. അതുപോലെ തന്നെ മരിച്ചവരെയൊക്കെ സ്വപ്നം കാണുക. പലരും വിചാരിക്കും മരിച്ചവരെ സ്വപ്നം കണ്ടാൽ അത് ദോഷമാണ് എന്ന്. എന്നാൽ
നമുക്ക് പിതൃപ്രീതികൾ ഉണ്ട് എങ്കിൽ, മരിച്ചവരുടെ പ്രീതി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മരിച്ചവരെ സ്വപ്നം കണ്ടാൽ അത് നല്ലതായിട്ട് വേണം കണക്കാക്കാൻ. അങ്ങനെ നല്ല കാലം വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.